ഹലോ ഹായ്, ഇറ്റ്സ് മീ സിനിമ ചേട്ടൻ. മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ വിശേഷമാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നിവിൻ പോളിയാണ് പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഡിജോ ജോസ് ആന്റണിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത്. ഡിജോ ജോസ് ആന്റണി ഒരു മ്യൂസീഷ്യൻ കൂടിയാണ്. അദ്ദേഹത്തിന്റെ മുൻപത്തെ ഒരു ചിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ജനഗണമന എന്ന ചിത്രമാണ്. മലയാളി ഫ്രം ഇന്ത്യ എന്ന ഈ ഒരു ചിത്രം പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ മതവൈരാഗ്യം, രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ, ജാതി വൈരാഗ്യങ്ങൾ, അങ്ങനെ പലവിധ വൈരാഗ്യങ്ങൾ നടമാടുന്ന ഈ ഒരു ലോകത്ത് തീർത്തും മനുഷ്യന്മാർ തമ്മിലുള്ള സ്നേഹബന്ധത്തിന്റെയും അവരുടെ ഒത്തൊരുമയുടെയും ഐക്യത്തിന്റെയൊക്കെ ഒരു കഥ പറഞ്ഞു പോകുന്ന നല്ലൊരു മെസ്സേജ് ഉള്ള ഒരു ചിത്രം തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ഒരു ചിത്രം. അതായത് ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നിവിൻ പോളി അവതരിപ്പിച്ചിട്ടുള്ള ഒരു കഥാപാത്രം, അതായത് ഗോപി എന്ന കഥാപാത്രം വളരെ അലസനും യാതൊരുവിധ ജോലിക്കൊന്നും പോവാതെ ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ ഊര് തെണ്ടിക്കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ചിത്രത്തിൽ കാണിക്കുന്നത്. അദ്ദേഹത്തിന് വളരെ ആത്മാർത്ഥമായ ഒരു സുഹൃത്ത് കൂടിയുണ്ട്, മൽഘോഷ് എന്ന ഒരു സുഹൃത്ത്. അത് ധ്യാൻ ശ്രീനിവാസനാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. അങ്ങനെ നാട്ടിൽ അവരിങ്ങനെ രാഷ്ട്രീയമൊക്കെ കളിച്ചു പോകുന്ന ആ ഒരു സമയത്ത് അവരുടെ കയ്യിൽ നിന്നും പറ്റുന്ന ഒരു വലിയൊരു അബദ്ധം, ആ ഒരു അബദ്ധത്തെ ചുറ്റിപ്പറ്റി ആ ഒരു നാട് തന്നെ കത്തിയെരിയുകയാണ്. അതായത് രണ്ട് വ്യക്തികൾ ഉണ്ടാക്കുന്ന ഒരു പ്രശ്നം അത് വലിയൊരു മതവെറിയായി മാറുകയും മതങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ട ആക്രമണമായിട്ട് അത് മാറുകയും ചെയ്യുകയാണ്. തുടർന്ന് നടക്കുന്ന കുറെ അധികം സംഭവങ്ങൾ തന്നെയാണ് ഈ ചിത്രത്തിന്റെ ഒരു മെയിൻ പോയിന്റ് എന്ന് പറയാം. അതായത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇപ്പോൾ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിന്റെയും ശത്രുതയുടെ ഒക്കെ കഥയാണ് ആദ്യ ഒരു പകുതിയിൽ ആ ഒരു സംഭവങ്ങളെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വ്യക്തികൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും സാഹോദര്യത്തിന്റെയൊക്കെ കഥയാണ് രണ്ടാം പകുതിയിൽ പറയുന്നത്. നല്ലൊരു മെസ്സേജ് നൽകുന്ന ഒരു ചിത്രം തന്നെയാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു ചിത്രം എന്തിനു ഇറക്കി എന്നൊന്നും ഒരു ചോദ്യത്തിന്റെ ഒരു പ്രസക്തിയെ ഇവിടെ വരുന്നില്ല. കാരണം നമുക്ക് തന്നെ അറിയാം, പണ്ട് കാലത്ത് ഇപ്പോൾ അയിത്തവും തൊട്ടു തീണ്ടായ്മയുടെ ഒക്കെ പേരിൽ കുറെ പാവങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിരുന്നു. പക്ഷെ ഇന്ന് ഈ ഒരു 2024 കുറച്ചു മുമ്പ് കുറച്ച് കറുത്തുപോയി എന്നൊരു പേരിൽ ഒരു കലാകാരന്റെ അദ്ദേഹത്തിന്റെ കലാപരമായ ഒരു കഴിവ് പോലും ഇവിടെ പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പോലും പറഞ്ഞ ചില മൈത്രികളുള്ള നാടാണ് നമ്മുടെ കേരളം. എത്ര പേർക്ക് ഈ സിനിമ ഇഷ്ടപ്പെടും, എത്ര പേർക്ക് ഇത് ഇഷ്ടപ്പെടില്ല എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം മാത്രമാണ് ഇവിടെ സൂചിപ്പിച്ചത്. പോരായ്മ എന്ന് എനിക്ക് തോന്നിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ ഒരു പകുതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. ഫസ്റ്റ് ഹാഫിൽ ഇപ്പോൾ കുറെ അധികം ലാഗ് ഉണ്ടെന്ന് തന്നെ പറയാനായിട്ട് കഴിയും. വളരെ ഒരു ചെറിയ പടം, ഒരു കുഞ്ഞു ബഡ്ജറ്റിൽ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു പടം, അല്ലാതെ നിവിൻ പോളിയുടെ ഒരു അഴിഞ്ഞാട്ടമോ അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസന്റെ ഒരു അഴിഞ്ഞാട്ടമോ ഒന്നും ഇല്ലാതെ വളരെ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് പറഞ്ഞു പോയിരിക്കുന്ന ഒരു കഥ. നിവിൻ പോളി എന്ന ഒരു നടന് ഇപ്പോൾ ഈ ഒരു സ്റ്റോറി എന്ത് ആവശ്യപ്പെടുന്നു അത് മാത്രമാണ് നിവിൻ ഇതിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. തീർച്ചയായും ആ ഗോപി എന്ന ഒരു കഥാപാത്രത്തിനോട് അദ്ദേഹം 100% തന്നെ നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഒരു സ്ലോ പേസിൽ പറഞ്ഞു പോകുന്ന ഒരു ചെറിയൊരു കഥ, അതിൽ ഒരുപാട് കോമഡി രംഗങ്ങളൊക്കെ വരുന്നുണ്ട്. നിവിന്റെ ചെറിയ വൺ മാൻ ഷോ പോലെയൊക്കെ വരുന്നുണ്ട് സെക്കൻഡ് ഹാഫിൽ. അതൊക്കെ വളരെയധികം രസകരമായിട്ട് തന്നെ അദ്ദേഹം ആ തമാശ രംഗങ്ങളൊക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇതിലൊരു പാകിസ്ഥാനിയായി വന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹത്തിന്റെ പേരെനിക്കറിയില്ല. അദ്ദേഹവും വളരെ ഗംഭീരമായിട്ട് തന്നെ ആ കഥാപാത്രത്തെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ജേക്സ് ബിജോയാണ് സംഗീതം ചെയ്തിരിക്കുന്നത്. പാട്ടുകളുടെ കാര്യത്തിൽ അത്ര ഒരു പ്രത്യേകിച്ചൊന്നും പറയാനില്ലെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ അത്യാവശ്യം ഗംഭീരമായിട്ട് തന്നെ ജേക്സ് അത് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിന്റെ സംവിധായകൻ ഡിജോ പറഞ്ഞു വെക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എത്ര തന്നെ ഇപ്പോ മതവെറി ഉണ്ടെങ്കിലും രാഷ്ട്രീയ വെറി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ ജാതി വെറി ഉണ്ടെങ്കിലും എന്ത് തന്നെ ഈ ഭൂമിയിൽ നടമാടുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും ആ ഒരു കോവിഡ് വന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മഹാപ്രളയം വരുന്ന സമയത്തൊക്കെ മനുഷ്യർ തമ്മിൽ ഒന്നാവുകയും മനുഷ്യർ തമ്മിലുള്ള ആ ഒരു ഐക്യം കാണിക്കുകയൊക്കെ ചെയ്യുന്ന അത്തരത്തിൽ സൂചിപ്പിക്കുന്ന ഒരു ചിത്രം തന്നെയാണ്. ചിത്രം കണ്ട ഒരാളാണെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്ത് അറിയിക്കുക. അതിപ്പോ നല്ലതാവട്ടെ ചീത്തയാവട്ടെ എന്ത് കമന്റുകളാണെങ്കിലും ഞാൻ 2 കൈ നീട്ടി സ്വീകരിക്കുന്നു. ഉറപ്പായും കമന്റ് ചെയ്ത് അറിയിക്കാനായി മറക്കരുത്. അപ്പോൾ മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെല്ലാം ബൈ ബൈ.